ഹായ് ഓൾ. 2 വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റാതിരുന്നൊരു വലിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും പ്രിപ്പറേഷൻസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. മറ്റൊന്നല്ല, നോമ്പ് തുറക്കൽ. എൻ്റെ കുഞ്ഞിപ്പഴനെ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഈ ഒരു നോമ്പ് തുറപ്പിൽ നടത്താൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ പ്രഗ്നൻസിയും ഡെലിവറി എന്നൊക്കെ പറയുന്നത് കുറച്ചധികം കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. ആഫ്റ്റർ ഡെലിവറിയും അതുപോലെയൊക്കെ തന്നെ കേട്ടോ. ഒത്തിരി സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരിതൊന്ന് ഓക്കെ ആയിട്ടൊക്കെ വരുന്നത്. സോ ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു നോമ്പ് തുറപ്പിക്കൽ നടത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ തലേന്ന് രാത്രിയാണ് അത്യാവശ്യം നമ്മുടെ കിച്ചണും ഒക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ റൂമിലേക്ക് സ്റ്റോർ ചെയ്തും വയ്ക്കുകയാണ്. ചിലപ്പോൾ രാവിലെ തന്നെ മോളെണീക്കും. അപ്പോൾ ഈ ഒരു പണികളൊന്നും നടക്കണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് രാത്രി ചെയ്യുന്നത്. പിന്നെ തലേന്ന് രാത്രിയാണ് ഞാൻ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറിക്കുള്ളതും അതുപോലെ തന്നെ കട്ട്ലേറ്റിനുള്ളതും സെപ്പറേറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു മക്കളുള്ള വീട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം വന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യണതുമായിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു ക്ലീനിങ്. എത്രത്തോളം നമ്മൾ അടിച്ചു വാരിയിട്ടാലും ഒരു 5 മിനിറ്റ് കൊണ്ട് അവരത് പൊളിച്ചെടുക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നോമ്പുറപ്പിക്കലിനുള്ള ഫ്രൂട്ട്സും അല്ലാതെയുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കുറേ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി ഫ്രൂട്ട്സൊക്കെ ചിലതൊക്കെ നമ്മൾ സ്റ്റോർ റൂമിലേക്ക് തന്നെ വെച്ചിട്ടോ. കാരണം പിറ്റേന്ന് തന്നെ എടുക്കണതാണല്ലോ, അങ്ങനെ ചീത്തയൊന്നാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് രാവിലെ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ രീതിയിൽ ഇത്ര നീറ്റായിട്ട് കിടക്കുന്നത് നോക്കണ്ട കേട്ടോ. നോമ്പ് തുറക്കലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഒരു അവസ്ഥയുണ്ട്, അതാരോടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇതുപോലെ കിടക്കട്ടെ അല്ലേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കെട്ടിയവനിക്ക് നല്ലൊരു ലിസ്റ്റ് അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. ഇതൊരു സാമ്പിളായിട്ടുള്ള ലിസ്റ്റ് മാത്രമാണ്. അഡീഷണൽ ലിസ്റ്റ് ഞാൻ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാൻ ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്യാനത് ഇട്ടു. നമ്മൾ സ്നാക്സായിട്ട് ഉദ്ദേശിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റും അതുപോലെ തന്നെ ചിക്കൻ സമൂസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈയും ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടി മാത്രമല്ല കേട്ടോ, കറിക്കുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്താണ് വയ്ക്കുന്നത്. സോ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ തവണ നമ്മൾ 2 സ്നാക്സാണ് ചെയ്യാറ്. സ്നാക്സുകളെല്ലാം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള കേരാവിനാണ്. പിന്നെ മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ഉള്ളി സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വെക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ രാവിലെ തന്നെ എടുക്കാനുണ്ട്. പിന്നെ അത് ഇട്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം ചിക്കനും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് മോൻ അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റ് കീറിയതും പറഞ്ഞിട്ട് എന്നെ വിളിക്കണത്. പിന്നെ ഞാൻ എൻ്റെ സൂചി നൂലിൻ്റെ പാത്രമൊക്കെ എടുത്തു അവനെ ഒരുക്കി വിടാനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ നമ്മൾ പിന്നോ അല്ലെങ്കിൽ മുട്ടുസൂചിയൊക്കെ തൽക്കാലം ഒന്ന് കുത്തി കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മേത്ത് കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ടൈമൊന്നുമില്ല. 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 7:45 ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് അലമ്പുണ്ടാക്കാത്തത് കൊണ്ട് ഉപകാരമായി. പിന്നെ ഈ ഒരു ഷർട്ടിലേക്ക് സൂചി കുത്തിയിട്ട് എന്ത് ചെയ്താൽ അങ്ങോട്ട് ഇങ്ങനെ വലിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് അവൻ ഇട്ടേക്കല്ലേ, അപ്പോൾ കുറച്ചും കൂടി കെയർ ചെയ്തിട്ട് വേണമല്ലോ ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്തൊക്കെയാണെങ്കിലും ഞാനത് ചെയ്ത് കൊടുത്തു വിട്ടു കേട്ടോ. എല്ലാ ഭാഗമൊന്നും സ്റ്റിച്ച് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ ആ ഒരു പോക്കറ്റ് അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടി. ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മച്ചിനായിട്ട് ഓർമ്മ വന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ 2ാമത്തെ ആളായിരുന്നു. പൊതുവെ 2ാമത്തെ ആൾക്കാരൊക്കെ കുറച്ച് വാശിയും വികൃതിയൊക്കെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും. എവിടെ ചോദിച്ചാലും 3 മക്കളുള്ള വീട്ടിലെ 2ാമത്തേനെ കുറിച്ച് പറയാനായിരിക്കും എല്ലാവർക്കും നാവ്. അതുപോലെ തന്നെയാട്ടോ എൻ്റെ വീട്ടിലും. ഇവനാണ് ഇവിടുത്തെ വാശിക്കാരനും വികൃതിക്കാരനും. പക്ഷെ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇതിലും വലുതായിരുന്നല്ലോ. അതുകൊണ്ട് വലിയൊരു ഉപകാരമുണ്ട്, എനിക്ക് ഇവന് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് അറിയാം കേട്ടോ. ഞാൻ എപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും കരഞ്ഞിട്ടേ പോവുള്ളൂ, വാശിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇവരും വാശിയൊക്കെ പിടിക്കും, പക്ഷെ എൻ്റെ അടുത്ത് അത് ചിലവാവാറില്ല. ഞാൻ പറയും, വാശി പിടിച്ചാലും വാശി പിടിച്ചില്ലെങ്കിൽ നിങ്ങളിന്ന് സ്കൂളിൽ പോകണം, ഇത് ചെയ്യണം,
നിർബന്ധമാണ്. വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ, പൊക്കോ. അത് കട്ടാനായിട്ടായിട്ട് ഞാൻ പറയും. അപ്പം പിന്നെ അവർക്ക് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലാത്തതുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്യും. നമ്മൾ 90s കിഡ്സിനോട് അവരുടെ കളി എന്ന് വെച്ചിട്ട് അവരുടെ കൊച്ചു കൊച്ചു വാശികളും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി കൊടുക്കാതിരിക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഷർട്ടൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടൺസൊക്കെ കൂട്ടി കുട്ടപ്പനാക്കിയിട്ടുണ്ട് ആളെ. ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഞാൻ പഠിച്ചതിൻ്റെ ഉമ്മിച്ചിട്ടായിരുന്നു കേട്ടോ. ഞാനും ഇതുപോലെ വാശിയൊക്കെ പിടിച്ച് എന്തെങ്കിലും ഇതേപോലെയൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മിച്ച് ഇതേപോലെയൊക്കെ ഞങ്ങളെ പറഞ്ഞു വിടും. രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. 2 പേർക്ക് നോമ്പ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇടയത്താഴം എണീക്കാനായിട്ട് മറന്നുപോയി. പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ അമ്മമാരെ കേൾക്കില്ല. നമ്മുടെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കലല്ലേ, അപ്പോൾ നമ്മൾ പിടിക്കാതിരുന്ന എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനും അനിയനും കൂടി നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് 2 കൂടി ഇടിയൊക്കെ ഇട്ടിട്ടാണ് പോണേ കേട്ടോ. എന്നാലും ഒരുമിച്ച് അങ്ങ് പൊക്കോളും. പിന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നു. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ ഉമ്മിച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പിച്ചിനെയാണ് ബീഫ് വാങ്ങാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായത്. ഉമ്മിച്ചിനെ ഇവിടെ ആക്കിയിട്ട് ഉപ്പിച്ചി അങ്ങ് പോയിട്ടോ. ഇനിയാണ് ഇൻഷാ അള്ളാ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരുള്ളൂ. അപ്പോൾ ബീഫിൽ എക്സ്ട്രാ നെയ്യ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സ്ട്രാ നെയ്യുടെ ആവശ്യം വന്നില്ല. അല്ലാതെ നല്ല നെയ്യുള്ള ബീഫായിരുന്നു. പിന്നെ അത് എക്സ്ട്രാ ചിക്കനും അവർ കൊണ്ടിട്ടുണ്ട്. ചിക്കൻ എനിക്ക് തികയില്ലാന്ന് തോന്നുന്നുകൊണ്ട് എക്സ്ട്രാ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബീഫ് വേവിച്ചു, ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ കട്ട്ലേറ്റിനുള്ള മസാല റെഡിയാക്കി. ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചത് സമൂസക്കാണ്. അപ്പോൾ ആ ഒരു മസാലയും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ മിക്സൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി നേരത്തെ വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ സമൂസയുടെ വെച്ചിട്ടോ. സമൂസയുടെ ആ സംഭവം റോൾ ചെയ്യണത് അനീത്തി വന്നിട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരാൻ തൊട്ടിട്ടുണ്ട്. ആള് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മുടെ സമൂസയുടെ മിക്സ്. സമൂസയുടെ മിക്സിൽ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ അതും കൂടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബീഫ് കറിയാണ്. ചിക്കൻ കറിയുടെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ ഒരു 1 മണി 1:30 ആക്കിയപ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും എത്തിയിട്ടുണ്ട്. അവർ വന്ന പാടത്തന്നെ ഞാൻ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എക്സാമാണ്. അതുകൊണ്ട് ഹാഫ് ഡേ കഴിഞ്ഞിട്ട് നമുക്ക് പാരൻസിന് പോയിട്ട് വിളിക്കാവുന്നതാണ്. പാരൻസിനെ ഗാർഡിയനെ പോയി വിളിക്കാവുന്നതാണ്. അവർ ഒന്നും കഴിക്കാതെ ഇടത്താളും ഒന്നും കഴിക്കാതെ നോമ്പ് പിടിച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ ചെറിയ ആള് ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ നോമ്പ് പിടിച്ചിട്ട് പോണത്. ഈ വർഷം ബറാത്തിൻ്റെ നോമ്പാണ് ഫസ്റ്റ് അവൻ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുന്നത്. ആൾക്ക് 6 വയസ്സാണ്. ഇൻഷാ അള്ളാ ഈ മാർച്ച് 23-ാം തീയതി എനിക്ക് 7 വയസ്സാവും. അപ്പോൾ ഒരു ട്രയൽ നോക്കിയതാണ് ബറാത്തിൻ്റെ നോമ്പ് പിടിപ്പിച്ച്. അപ്പോൾ ആൾ സക്സസ് ആയിട്ട് അത് ഫുൾ ചെയ്തു. പിന്നെ ഈ ഒരു റമദാനിലെ നോമ്പും അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സ്കൂളിൽ ഫസ്റ്റ് ടൈമാണ് പിടിച്ചിട്ട് പോണത്. അതും ഇടത്താടും ഒന്നും കഴിക്കാതെ. ഒരുപാട് പറഞ്ഞിട്ടും 2 പേരും സമ്മതിച്ചില്ല. അതുകൊണ്ടാട്ടോ അവനെ പിടിപ്പിച്ചത്. ഇതേ അനിയത്തി അതിനുശേഷം വന്ന് ആളുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. സമൂസ ഷീറ്റൊക്കെ എടുത്തിട്ട് ആളാണ് സമൂസ കറക്റ്റായിട്ട് റോൾ ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് അത്രയും ഒരു സമാധാനമായല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മോൾക്ക് നല്ല പനിയായിരുന്നു. പെട്ടെന്ന് എന്താ പനിയെന്ന് അറിയില്ല. രാവിലെ എണീറ്റപ്പോൾ നല്ല പനിയായിരുന്നു. പൊതുവേ നല്ല വാശിക്കാരിയുമാണ്. പിന്നെ പനി കൂടെ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പറ്റി. നമ്മുടെ വീട് തന്നെ ആകുമ്പോൾ ആൾ കുറച്ചും കൂടി കംഫർട്ടായിരിക്കുമല്ലോ. ഈ ഒരു നോമ്പ് തുറക്കലിൻ്റെ വീഡിയോയിൽ എനിക്ക് ഫുള്ളായിട്ടൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിൽ നോമ്പ് ഉറപ്പിക്കുമ്പോൾ നമ്മളാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളിലും നിൽക്കേണ്ടത്. പിന്നെ വീഡിയോ എടുക്കലും ഞാൻ തന്നെയാണ് ചെയ്യണത്. നമുക്കങ്ങനെ വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല. പിന്നെ മൂത്ത ആളെനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാറുണ്ട്. പക്ഷെ ആൾക്ക് നോമ്പായതുകൊണ്ട് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങളുണ്ട്. അവർ കളിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോ എടുത്ത് തരാനോ കാര്യങ്ങളോ ആരും ഇല്ലാത്തത് കൊണ്ട് കുറേ നല്ല നല്ല ക്ലിപ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ കറി ആയ ടൈമിൽ, ചിക്കൻ കറി ആയ ടൈമിലാണെങ്കിലും ബീഫ് കറി ആയ ടൈമിലാണെങ്കിലും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടൊന്നും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ നോമ്പ് തുറക്കുന്ന ടൈമിലാണെങ്കിലും എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ.
അപ്പോൾ അനിയത്തി ഏകദേശം ആ ഒരു സമോസയൊക്കെ ഒന്ന് റോൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ ഒരു ക്യാപ്പ് എടുത്തിട്ട് നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്ത് സെറ്റൊക്കെ ആക്കി എടുത്തത്. ഇതുപോലെ ഒരു അടപ്പ് യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ വീട്ടിൽ യൂസ് ചെയ്ത അടപ്പായിരുന്നു അടിപൊളി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ റെസിപ്പൊടിയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു കട്ട്ലറ്റിൻ്റെ മസാല എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ആൾ കുറേ കഴിച്ചിട്ടത്. പിന്നെ തരിക്കനിയും ജീരക്കനിയും എൻ്റെ ഉമ്മിച്ചിയുടെ സ്പെഷ്യലാണ്. ഉമ്മിച്ചിയാണ് കേട്ടോ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട തേങ്ങ ചിരണ്ടാനും കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഹെൽപ്പിന് വന്ന ഒരു തായും കൂടി ഉണ്ടായിരുന്നു. ആളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആൾ ഉച്ച വരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായത്. പിന്നെ ഏകദേശം ഇപ്പോൾ നോമ്പുള്ള സമയത്തിൻ്റെ ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ്റെ കുട്ടി മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു നോമ്പുറക്കലിൽ ടേബിളിൽ ഫുഡൊക്കെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ അത് ചെയ്യണം, വീഡിയോ എടുക്കണം, മൊത്തത്തിൽ ഹറിബറി ആയിരിക്കും. അപ്പോൾ ഇത് നോമ്പ് പറഞ്ഞാൽ ഒരു 6:15 ആ ഒരു ടൈമിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് കൊണ്ടുവയ്ക്കുന്ന ടൈമിൽ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാനും കിച്ചണിലേക്ക് പോയി ഫുൾ ഹറിബറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസായിട്ട് കുമ്മട്ടി, ഷമാമും മുന്തിരി, ഫ്രൂട്ട്സും 2 തരം സ്നാക്സും. പിന്നെ ആ ഒരു അറ്റത്തിരിക്കണ മോൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അത് ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണെന്ന് എടുത്ത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അവൻ ഇതുവരെ ഒരു നോമ്പ് തുറക്കൽ പരിപാടിക്ക് പങ്കെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ക്ഷണിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മേനോട് ചോദിക്കുമെന്ന് ചോദിച്ചു. ഞാനങ്ങനെ അമ്മേനോട് ചോദിച്ചു. അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മൊബൈൽ ഉൾപ്പെടെയായിട്ട് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഒരു 9-9:30 ടൈമിലാണ് അവനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ആക്കായിരുന്നു. ആൾ ഓൾറെഡി സൈക്കിളിൽ വന്നെങ്കിലും ഞങ്ങളും പുറകെ പോയി ആളെ വീട്ടിൽ സേഫാക്കി കൊടുത്തു. അപ്പോൾ അവൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇതുവരെ ഒരു നോമ്പുറക്കലിന് പങ്കെടുക്കാത്ത ഒരാളെ പങ്കെടുപ്പിച്ചപ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ആളുടെ അമ്മക്കും നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ് കൊടുത്തു. മെയിൻ ഫുഡ് കഴിച്ചപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ഫുഡായിട്ട് നമ്മൾ കൊടുത്തത് പത്തിരി, ഇടിയപ്പം, ചപ്പാത്തി. പത്തിരിയിലും ഇടിയപ്പത്തിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് തേങ്ങാപ്പാലും കൂടി ഉണ്ടായിരുന്നു. കറിയായിട്ട് ബീഫ് കറിയും ചിക്കൻ കറിയും പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ മക്കൾ 2 പേരും നോമ്പ് പിടിച്ചിട്ട് നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. മൂത്താൾ നോമ്പ് തുറന്നതിന് ശേഷം വൊമിറ്റ് ചെയ്തു. രണ്ടാമത്തെ ആളാണെങ്കിൽ പറയണ്ട, ഫുള്ള് ഡൗൺ ആയിരുന്നു. പക്ഷെ എന്നാലും അവൻ്റെ ആത്മാഭിമാനം നോമ്പ് മുറിക്കാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജ്യൂസ് അടിച്ച് അവർക്ക് കൊടുത്തെങ്കിലും അവനത് കുടിച്ചില്ല. പക്ഷെ ആൾ കരയാനുണ്ടായിരുന്നു. അത്രയും കൊച്ച് ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഒരു 10-10:30 ആയപ്പോഴത്തേക്കും അനിയത്തിയുടെ ഫാമിലിയൊക്കെ പോവുകയാണ്. പോയ എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടത്താഴം കഴിക്കാനുള്ള പത്തിരിയും കറിയും അതുപോലെ തന്നെ ജീരകക്കനിയും തരിക്കും. നമ്മുടെ കമ്പനിയുടെ വകയായിട്ട് ഒരു ഡേറ്റ്സിന്റെ ബോക്സും കൂടി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പോയപ്പോൾ മോള് പുറത്തു പോയിട്ട് കുറേ നേരം ചാട്ട് കൊടുക്കാം കേട്ടോ. ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം അവൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട്. ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ കയറാനായിട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. പാവം എൻ്റെ ഉമ്മച്ചി രാവിലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നോമ്പുറക്കളൊക്കെ റാത്താക്കി പോകാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. ഉമ്മിച്ചി ഉപ്പിച്ചി പോകാൻ നേരത്തെ ആള് കാറിൽ കയറി ഓടി ഇരിക്കുന്നതായിട്ട് കാണണേ. കയറി ഇരുന്നിട്ട് എന്നോട് പറയാം, ഉമ്മി വാ. അത് പറഞ്ഞിട്ടായിട്ട് എല്ലാവരും കൂടി ക്ലിപ്പിംഗ് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ. അങ്ങനെ അവരും ഒരു 11-12 പോയി. എൻ്റെ ആഗ്രഹം പോലെ നമ്മുടെ വീട്ടിൽ നോമ്പ് നല്ല റാഹത്തായിട്ടാണ് ചെയ്യാൻ പറ്റിയിട്ടോ. 2 വർഷമായിട്ട് ചെയ്യാതിരുന്നൊരു സംഭവം ചെയ്തപ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ വീട് വെച്ചപ്പോൾ മുതലുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എല്ലാ കൊല്ലം ഇതുപോലെ ചെറിയൊരു 2 വർഷത്തിന് ശേഷം നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു. അൽഹംദുലില്ലാ. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങും ഓർഗനൈസിംഗ് ഒക്കെ ഉണ്ട്. മാക്സിമം കുറേ പാത്രങ്ങളും ഗ്ലാസ്സുകളും എൻ്റെ അനിയത്തിയും ഉച്ചയും കൂടി കഴുകിയിട്ട് പോയത്. ഇനി അതെല്ലാം ഓർഗനൈസ് ചെയ്യും. കിച്ചണിനേക്കാളും കൂടുതൽ മെസ്സായിട്ട് കിടക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയ പൊതുവെ ചെറുതാണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഉള്ളിലൊരു കിണറും കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പാത്രമൊക്കെ കഴുകിയിട്ട് കിണറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറേ കമത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ കളയാനുള്ള വേസ്റ്റ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ കിണർ.